welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇപ്പം നമ്മൾ ഇത്രയും നാളും ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചേക്കുന്നത് അന്നേരം നമ്മുടെ ആ പഴയ അടുക്കള അതുപോലെ ഞാൻ വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുമല്ലേ. പക്ഷേ ഇന്ന് ഞാൻ ഒരു ക്വയറ്റ് ഡിഫറെൻ്റ് ആയിട്ടൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാൻ ഈ അടുക്കളയിൽ വരാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ നമ്മുടെ അടുക്കളയിലിരുന്ന് നമ്മുടെ ആനീസ് കിച്ചൻ്റെ അടുക്കളയിലിരുന്നുകൊണ്ട് ഞാൻ എല്ലാവരെയും വിളിക്കാം. നമുക്ക് ഈ പറയും പോലെ എല്ലാവർക്കും വെച്ച് വിളമ്പി എല്ലാവരെയും സന്തോഷിച്ച് നിറച്ച് ആഹാരമൊക്കെ കൊടുത്തുവിടാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നുള്ളത് നമുക്കറിയാവേ. അന്നേച്ച് ഞാൻ എന്നാ ചെയ്യും, എല്ലാവരെയും വിളിക്കും. നമ്മുടെ എന്നാ പറയുക, കുടുംബക്കാരൊക്കെ നമ്മളെ വിളിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഞാൻ എല്ലാവരെയും വിളിക്കും. വാവാന്നൊക്കെ പറഞ്ഞേച്ചാൽ അന്നേച്ചാൽ എല്ലാവരും ഇപ്പോഴത്തെ കാലമല്ലയോ, അന്നേരം എല്ലാവരും അങ്ങ് പറയുമോ എനിക്ക് ബിസിയാണ്, എനിക്ക് നേരമില്ല, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒഴിവുകേടുകളാണ് പറയുന്നത്. അന്നേരം ഞാൻ വിചാരിച്ച എന്നാന്നറിയാവോ, ഇങ്ങോട്ട് വന്നില്ലേ നമ്മളൊക്കെ എന്നാ ചെയ്യണം, അങ്ങോട്ട് കയറി ചെന്ന് നമ്മളങ്ങ് അവരെ വിശേഷങ്ങൾ ചോദിക്കുക, അവരെ അന്വേഷിച്ച് ചെല്ലുക. ഇതെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അപ്പനും അമ്മയൊക്കെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്നേക്കുന്നത് അങ്ങനെയാണ്. ഏതാ നമ്മൾ മുതിർന്നവരെ അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കണം, എന്നാലേ ബന്ധങ്ങൾക്കൊക്കെ വിലയുള്ളൂ. ആനീസ് കിച്ചൺ എന്ന് പറയുന്നത് എന്നതാണ്, നമ്മളെപ്പോഴും റിലേഷൻസിന് വാല്യൂ കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രോഗ്രാമാണ്. അല്ലേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാവരോടും പോയി ഒന്ന് വർത്താനം പറയുക, അവരുടെ വിശേഷമൊക്കെ ചോദിക്കാൻ. ഇന്ന് ഞാൻ അങ്ങനെ വന്നേക്കുന്ന എവിടെയാണെന്നറിയാവോ? എനിക്ക് ജ്യേഷ്ഠന് തുല്യം എൻ്റെ അമ്മ പ്രസവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ജ്യേഷ്ഠന് തുല്യമായിട്ട് കാണുന്ന എൻ്റെ സിദ്ദിഖയുടെ ഹോട്ടലിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് നമ്മുടെ ആക്ടർ സിദ്ദിഖ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ചേട്ടൻ്റെ സ്ഥാനം ആയതുകൊണ്ട് എനിക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു അനിയത്തിയെ പോലെ തന്നെയാണ് സിദ്ദിഖ എന്നോട് പെരുമാറുന്നതും എൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും തെറ്റ് തിരുത്തുന്നതും ശരി തിരുത്തുന്നതും. നോക്കുമ്പോഴത്തേക്ക് ചേട്ടന്മാർക്കൊന്നും നേരമില്ല. പറയുമ്പോൾ ശരിയാ, ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ മാമമിയ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തണമെങ്കിൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ചുമ്മാ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കണവണ പറഞ്ഞാൽ ഒക്കെയല്ലോ. എല്ലാം അവർക്ക് അവരുടേതായ ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട്. അന്നേരം എന്നാ ചെയ്യണം, അനിയത്തിമാരെ ചേട്ടന്മാരെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുക. അന്ന് വെച്ചാൽ ഞാൻ ചേട്ടൻ്റെ അടുക്കള കണ്ടപ്പോഴത്തേ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നൊരു കാര്യം ചെയ്യും, ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചേ. അന്നേരം ഞാൻ പറഞ്ഞു, എപ്പോഴും നമ്മൾ നമ്മുടെ ആനീസ് കിച്ചണിൽ കൂടെ പല ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് എന്താ പറയുക വിഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരു സീക്രട്ട് പറയാനുണ്ട്. എന്നാന്നോ, ഞാൻ ഒരു പ്രാവശ്യം സിദ്ദിഖയുടെ ഈ ഹോട്ടൽ കാണാൻ വന്നപ്പോഴത്തേന് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് ഇവിടുത്തെ മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഒരു ഡിഷ് എനിക്ക് കഴിക്കാൻ തന്നെ. പാചകത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നറിയാമല്ലോ. അന്നേരം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ദേണ്ട കിടക്കുന്നു. അന്നേരം ഭയങ്കര ഡിമാൻഡാ. അതിങ്ങനെയാ, ഇതിങ്ങനെയാ, മറ്റാ മറിച്ചാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കുന്തവും പറഞ്ഞു തന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു നല്ലൊരു റെസിപ്പി പഠിക്കുകയും ചെയ്യണം. എന്നാൽ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ, നമുക്ക് ഒരുമിച്ച് വേണം പഠിക്കാൻ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ കിഴി ബിരിയാണിയാണ്. നമുക്കിനി അതെങ്ങനാന്നുള്ളത് പഠിക്കണം. എന്തായാലും നമ്മുടെ മുമ്പിൽ ഇനി ഒരു തട്ടിപ്പ് വെക്കുകയല്ല. ഇതെനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ മേല, പക്ഷെ എന്നാലും നമ്മൾ അത് ഉണ്ടാക്കി പഠിക്കുകയും ചെയ്യും. അതേതാ, ഇതിനകത്ത് മെയിൻ ഷെഫിനെ തന്നെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ഇവിടുത്തെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ശരത്താന്നു. ഞാൻ വിളിച്ചേച്ചേ, നമുക്ക് അതിൻ്റെ കൂടെ എന്നാ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് പഠിച്ചല്ലേ ഒക്കത്തുള്ളൂ. അതിനാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ സിദ്ദിഖയുടെ വിശേഷമൊക്കെ അറിയണം. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു പടം ഇറങ്ങാൻ പോവുക. ഇതൊക്കെ ഒത്തിരി ഉണ്ട് വിശേഷം അന്വേഷിക്കാനേ. അന്നേരം ഞാൻ പറഞ്ഞപ്പോൾ എന്നാ പറയാം, നീ പോയി എന്നാന്ന് വെച്ചാൽ അടുക്കളയിൽ ചെയ്തോ, ഞാൻ പിന്നെ വന്നേക്കാന്ന് പറഞ്ഞേക്കുവാ. ആ നേരം കൊണ്ട് നമുക്ക് ഈ ഒരു കിഴി ബിരിയാണി പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഷെഫിനെ വിളിക്കാവേ. ഷെഫ് വരൂ, വെൽക്കം ടു ആനീസ് കിച്ചൺ. വരും. ഇതാണ് ഞാൻ പറഞ്ഞ ഷെഫ്. അത് ഈ പറഞ്ഞ കൂട്ടമുണ്ടല്ലോ, നമുക്ക് ഫുൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നേ ഒക്കത്തുള്ളൂ. പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ വന്നേച്ച് ചോദിച്ചപ്പോൾ എന്നോട് ഭയങ്കര തട്ടിപ്പ് വിദ്യയിലാണ് പറഞ്ഞു തന്നെ. അതൊക്കെ ഞാൻ വീട്ടിൽ പോയി പരീക്ഷിച്ചപ്പോൾ അതൊന്നും അല്ല സംഭവം എന്ന് മനസ്സിലായി. അപ്പൊ ഇന്ന് എനിക്കും എൻ്റെ പ്രേക്ഷകരോട് ഒരു തട്ടിപ്പും കാണിക്കാൻ പറ്റിയല്ല, ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്നാ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് എന്നാന്ന് നോക്കാവേ. ഇത് ശരിക്കും ഞാൻ പറയട്ടെ, എന്നാ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിനകത്ത് എന്നാ ശരിക്കും ഉണ്ടോന്നറിയോ, ഡാൽഡയാ ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇച്ചിരി പട്ട എടുത്തിട്ടുണ്ട്, ഏലക്ക, ഗ്രാമ്പു, തക്കോലമ, പിന്നെ സവാള അരിഞ്ഞേക്കുന്നുണ്ടല്ലോ. നമ്മൾ അരിയുന്ന കൂട്ടൊന്നുമല്ല, നല്ല മെലിഞ്ഞ അരിഞ്ഞേക്കുന്നത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ ഇതും അതേപോലെ തക്കാളിയാണ് മെലിഞ്ഞ അരിഞ്ഞേക്കുന്നത്. ഇതിനകത്ത് പച്ചമുളക് തന്നെയല്ല ചതച്ചേക്കുന്നത്. ഇതിനകത്തുണ്ടല്ലോ കാന്താരി മുളകുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. കണ്ടോ, ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തേക്ക് വന്നേ. ഇത് തൈരാന്നു. പിന്നെ ഇത് അരി വേവിച്ച് വെച്ചേക്കാം, ബാസ്മതി റൈസാന്നു.
ഇതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല, സ്പൈസസ് ഒന്നും. സ്പൈസസ് ഉണ്ട്. ഇതിനകത്ത് എന്നാക്കി ഇട്ടേക്കുന്നേ? അതിനകത്ത് നമ്മൾ ഈ സംഭവങ്ങൾ തന്നെ ഗരം മസാല, ഡാൽഡ, ഒനിയൻ ഇതെല്ലാം. അതെങ്ങനെ ചെയ്തേ? എന്റെ കയ്യിൽ ഇപ്പൊ ഇച്ചിരി അരി ഉണ്ടെന്ന് വെച്ചോ, ഞാൻ അങ്ങ് തന്നു, അന്നേരം എന്നാ എടുക്കും? ആദ്യം നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ആദ്യം ഡാൽഡ ഇട്ടു. ഒരു ചെറിയ പാത്രത്തിൽ തിളയ്ക്കുന്ന വെള്ളത്തിനകത്ത് ഡാൽഡ ഇടും. ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഡാൽഡ ഇട്ടു, ഗരം മസാല എല്ലാം പൊട്ടിച്ചു, സവോള ഇട്ട് സോട്ട് ചെയ്തു. എന്നിട്ട് അതിന് എന്തോരം റൈസ് ആണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉപ്പിട്ട് റൈസ് ഇട്ട് ദം ചെയ്തെടുക്കും. പിന്നെ ഇച്ചിരി പുതിന ഇല, ഇച്ചിരി ഉപ്പ്. ഇത് എന്നാ പൊടിയാ? പെരിഞ്ചീരകം പൊടിച്ചത്. പെരിഞ്ചീരകം. ഇത് പെരിഞ്ചീരകം, നമ്മളൊക്കെ പെരിഞ്ചീരകം ഇടുന്ന ഇത് പൊടിയാന്നേ. പിന്നെ നെയ്യ്, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി. കറിവേപ്പില വേണ്ടല്ലോ? കറിവേപ്പില വേണം ബിരിയാണിയിലോ? ദൈവമേ, എനിക്കൊന്നൊരു സമാധാനമായി. അതാണ് കിഴി ബിരിയാണിയുടെ ഫ്ലേവർ. കണ്ടോ, ഇപ്പൊ മനസ്സിലായ ബിരിയാണിക്ക് പോലും ഇത് മാറ്റി നിർത്തരുതെന്ന്. അന്നേരം ഞാൻ പറയുമ്പോൾ എല്ലാരും പറയും കറിവേപ്പില ബിരിയാണിയിൽ ഇടത്തില്ലെന്ന്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന മട്ടന് വെച്ചാ, പക്ഷെ ഇത് തനി മട്ടൻ അല്ല. ഇതിനകത്ത് എന്നൊക്കെയോ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാ? അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞപ്പൊടി. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഉപ്പ്, മഞ്ഞപ്പൊടി. ഇത് മാത്രം ഇട്ടേച്ച് വേവിച്ച് വെച്ചേക്കുക. ഇത്രയും സാധനം മാത്രമേ നമുക്ക് ബിരിയാണിക്ക് വേണ്ടുള്ളൂ അല്ലേ? ഓക്കെ. എപ്പോഴും ഒരു കാര്യം, ഇതെങ്ങനെ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞേ? ആദ്യം ഡാൽഡ ഒഴിക്കുന്നു, മസാല പൊട്ടിക്കുന്നു, അത് കഴിഞ്ഞ് ഒനിയൻ സോട്ട് ചെയ്യുന്നു, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു കുറച്ച്, അത് കഴിഞ്ഞ് ടൊമാറ്റോ ഇടും. ഇത്ര സ്പീഡിൽ പോയാൽ ഞങ്ങളൊന്നും പഠിക്കുകയില്ല. ക്ലാസ്സിൽ ടീച്ചർമാർ പഠിപ്പിച്ചപ്പോൾ പോലും നമ്മളിങ്ങനെ പഠിച്ചില്ല. പിന്നെ ആ പാചകം പല്ലിൽ തന്നെ ഉണ്ടല്ലോ. ടീച്ചർമാർ പറയുന്നതും പാചകവും എന്നാന്നറിയാമോ? നമ്മൾ ചെയ്ത് പഠിച്ചാലേ പഠിക്കത്തുള്ളന്നേ. അതുകൊണ്ട് ഷെഫ് ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് നിൽക്കും, ഞാൻ പഠിക്കാം. ഞാൻ ഓണാക്കട്ടെ? ഞാൻ ഓണാക്കിയേ. ഇനി ഞാനൊന്ന് തുടങ്ങട്ടെ, നോക്കാലോ. ഇനി ഒരു കാര്യം ഞാൻ പറയും ആദ്യമേ, ഈ സാധനം തന്നെയായിരിക്കും എല്ലാ എന്റെ പ്രേക്ഷകരും വീട്ടിലുണ്ടാക്കുന്നത്. ഇതേ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വെച്ചാൽ ഇത് വീട്ടിലുണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് അവിടെ കഴിച്ചേച്ച് നേരെ ഇവിടെ വന്ന് കഴിക്കണം. കഴിച്ചിട്ട് അഥവാ സ്വാദ് ഒത്തില്ലെങ്കിൽ ഷെഫിനെ നേരിട്ട് വിളിച്ചോണം. ഇതല്ലാതെ നിവൃത്തിയില്ല. ഞാൻ ആദ്യം എന്നാ ചെയ്യണം? സ്പൈസസ് ഇടണം. 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ ഡാൽഡേ. ഇന്ന് എന്തായാലും ഞാൻ ഷെഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല കേട്ടോ. ഞാനൊന്ന് പഠിക്കട്ടെ. ഇതിനകത്ത് പട്ടയോ? പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം എല്ലാം കുറേശ്ശെ. അതാണ്. ഓക്കെ. 2 ഏലക്ക. അതെ, ഒരു ജാമ്യം എടുത്തോട്ടെ. ഏലക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് 2-3 ഇട്ടോട്ടെ. ഗ്രാമ്പു കുറച്ച് മതിയാ? തക്കോലം 1 പൂവ്. ഓക്കെ, ഇട്ടു. ഇനി ഞാൻ അടുത്ത ചെയ്യണ്ടേ? പയ്യൻ കഴിയുമ്പോൾ സവോള ഇടണം. ഇത് പൊട്ടണോ? സവോള ഇട്ടു. ഇത് മുഴുവൻ ഇട്ടോട്ടെ? ഇതിന്റെ കണക്ക് എങ്ങനെയാ? അത് നല്ലതായിട്ട് മൊരിയണോ? ഇല്ല, പകുതി മൊരിഞ്ഞേച്ചാ മതി. ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുവാണ്, ഈ ഡാൽഡയിൽ മൊരിക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ഡാൽഡ ഉപയോഗിച്ച് ബിരിയാണി ചെയ്തില്ല, ഇന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ 1 ടീസ്പൂൺ മതിയോ? മതി. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെയും പച്ചച്ചോവയൊക്കെ ഒന്ന് മാറണം അല്ലേ? ടൊമാറ്റോ ഇടാം. ഇത് എത്ര ടൊമാറ്റോയാ? 1 ടൊമാറ്റോ. 1 മുഴുത്തത്. അതിന്റെ നേർ പകുതി ഇട്ടാൽ മതിയോ? പാടി. ഇനി മസാല. എത്ര മഞ്ഞപ്പൊടി വേണം? 1/2 ടീസ്പൂൺ. ഞാൻ എല്ലാം ചോദിച്ചേ ഇടുവുള്ളേ. അന്നേച്ച് ഇനി എന്നാ ഇടണ്ടേ? ഇപ്പഴേ ഉപ്പിടാവോ? ഇത്രയും മതി. ഇതും ഈ ഇലയൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ബേസിക്കലി എന്റെ പ്രേക്ഷകർക്ക് അറിയാം എനിക്ക് ഇതിനോടുള്ള സ്നേഹം. അന്നേരം ഞാൻ ഇത് ഇച്ചിരി കൂടുതൽ ഇടും. ഷെഫ് പറഞ്ഞു, അത് മാത്രം എന്റെ ഗ്യാരണ്ടി കേട്ടോ. മല്ലിയില ഇട്ടോട്ടെ? കറിവേപ്പില 2 തള്ളിടട്ടെ?
ഇനി നമുക്ക് മട്ടൺ ഇടാം. ശരിക്കും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം കേട്ടോ, ഉള്ള കാര്യം പറയാലോ. ഈ കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇടുമ്പത്തേയും തന്നെ ആ ഗ്രേവിക്ക് തന്നെ നല്ലൊരു മണം വരുന്നുണ്ടേ. ഇനി എന്നാ ചെയ്യണ്ടേ? ഇത് ലാസ്റ്റ് ആണോ ഇടുന്നേ? ഞങ്ങളൊക്കെ എപ്പോഴാ ഇടുന്നത്? ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാല് ഇതാണ് അതിന്റെ ഫ്ലേവർ കേട്ടോ. അതുകൊണ്ട് ഇത് മുഴുവൻ ഇടണോ? മുഴുവൻ ഇടണ്ട. എത്ര ഇടണം? 2 ടീസ്പൂൺ. 2 മതിയോ? മതി. അപ്പൊ ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റൊന്നും വേണ്ടേ? വെള്ളം ഒഴിക്കണം. അപ്പൊ ഇതിന്റെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് വേവിച്ച് വെള്ളം സ്റ്റോക്ക് ഒഴിക്കാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി ഇനി ഇച്ചിരി ഒന്ന് വഴലണോ? മതി. പച്ചച്ചൊവ്വ മാറണ്ട. അതിന്റെ സ്പൈസി ഉണ്ടാകണം കഴിക്കുമ്പോൾ. ഓ അല്ല, എന്താ ഞാൻ ചോദിക്കാൻ കാര്യം, നമ്മൾ ഈ പച്ചമുളക് ഇങ്ങനെ അങ്ങ് ചതച്ചിടുമ്പോഴത്തേന് അതിനൊരു ഗ്യാസ് ഇല്ലേ? അത് നമ്മൾ സ്റ്റോക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ ഇത് മാറും. ഓക്കെ, നമ്മുടെ ഇവിടെ സ്റ്റോക്ക് തന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്നാ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മട്ടൺ വേവിച്ച് വെക്കുമ്പോൾ ഒരു സ്റ്റോക്ക് ഉണ്ടെന്നേ. ആ സ്റ്റോക്ക് വേണം ഇതിനകത്ത് ഒഴിക്കാൻ. അല്ലെന്നുണ്ടേൽ അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് വറ്റി പോയാൽ എന്നാ ചെയ്യാൻ നോക്കും അല്ലേ? അന്നേരം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു. മട്ടൺ ഓൾറെഡി വെന്തതായതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാടൊന്നും വേണ്ട. ഇനി എന്നാ ചെയ്യണം? ഇത് അടച്ചു വെച്ചേച്ചൊന്ന് വേവണോ? അപ്പൊ തൈര് എപ്പോഴാ ചേർക്കുന്നേ? ഇപ്പൊ ചേർക്കട്ടെ. ഒരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളേ. നമ്മൾ വെക്കുന്ന ബിരിയാണി കൂട്ടേ അല്ല, എൻറ്റയർലി ഡിഫറെന്റാ. ഇത് എന്തായാലും വീട്ടിലുണ്ടാക്കിയേ ഒക്കത്തുള്ളൂ. എത്രേ ഉള്ളൂ? നമ്മുടെ ശരത്ത് പറഞ്ഞത് ഓഫ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു ചെറിയൊരു കാര്യമുണ്ട്. എന്നാ പറയുക, ഈ മസാലയൊക്കെ ഒന്ന് ഇറച്ചിയെ പിടിച്ചില്ലേൽ ഏതാ നമുക്കൊരു ഇച്ചിരി ഒരു മനപ്രയാസമല്ലേ? ആ മനപ്രയാസം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഫ്ലെയിമേ വെച്ചേച്ച് ആ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിക്കാം. ഇപ്പം നമ്മൾ വേറെ അടുക്കളയിൽ നിൽക്കുവാന്നേലും നമുക്ക് നമ്മുടെ സ്ഥാനം മറക്കാൻ ഒക്കെയല്ല കേട്ടോ. അന്നേരം പിന്നെ നമ്മൾ തിരിച്ച് ആനീസ് കിച്ചണിലേക്ക് തന്നെയാണ്. ആനീസ് കിച്ചണിൽ നമ്മൾ ശരത്തിനെ ഗസ്റ്റാക്കി വിളിച്ചേക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്നതാ, മട്ടണിനകത്തോട്ട് ഒരു ഇച്ചിരി എരിവും പൊടിയൊക്കെ പിടിക്കാനായിട്ടാന്നു ഞാൻ ശരത്തിൻ്റെ അനുവാദം ഇല്ലാതെ അതിന് ഒരു ഇച്ചിരി നേരം ഒന്ന് ലോ ഫ്ലെയിമേ വെച്ചത്. ഇപ്പം എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്, ഇതിനകത്ത് ഈ ചരുവത്തിനകത്ത് ഞാനൊരു ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലാന്നേൽ എന്നാ പറയുക, നമ്മളിങ്ങനെ വാർക്കാനൊക്കെ എടുക്കുന്ന ഒരു പാത്രമില്ലേ, ഇങ്ങനെ ഈ ഓട്ടയൊക്കെ ഉള്ളത്, അതാ വെച്ചേക്കുന്നത്. അപ്പം നല്ലോണം ആവി കയറാനുള്ള നേരം ഉണ്ടായിന്. ഇനി നമ്മൾ ലെയറിങ് അതാന്ന് ഒന്ന് നോക്കി പഠിക്കാനുള്ളത്. അതെനിക്ക് പറഞ്ഞു തരും, ഞാൻ തന്നെ ചെയ്യും. ശരത്തിനെ കൊണ്ട് ചെയ്യിക്കുകയല്ല. ഇപ്പുറത്ത് വന്നു. നമ്മൾ ഇതുവരെ നെയ്യ് ഉപയോഗിച്ചില്ലേ? അതിനി എപ്പോഴാ? ഈ ഇല മതിയോ? ഇനി എന്നാ ചെയ്യണ്ടേ? കുറച്ച് ഗീ ആദ്യം ഇലയിൽ തൂക്കണം. നെയ്യ് അല്ലേ? ഓക്കെ, മതി. ഇത്ര മതി. 1-2 തുള്ളി അല്ലേ? നടുക്ക്. ഇനി എന്നാ ചെയ്യണ്ടേ? കുറച്ച് കാഷ്നട്ട് ഇടണം, കിസ്മിസ് ഇടണം, ഫ്രൈഡ് ഓനിയൻ ഇടണം. നടുവേ ഭാഗത്താന്നേ വെച്ചേക്കുന്നത്. ഇനി എന്നാ ചെയ്യണ്ടേ? ഇതിന് റൈസ് മതി. അന്നേച്ച് നമ്മുടെ മട്ടൺ അന്നേച്ച് റൈസ്. ഇതെന്നാ ചെയ്യണം? കെട്ടിയാൽ മതിയോ? ഇനി ഇതെന്നാ
എന്നാന്നറിയോ, നല്ലതായിട്ട് ആവി കയറിയേച്ചാൽ ഇതിന്റെ ഫ്ലേവർ മൊത്തം ഇറങ്ങി ഒരു 10 മിനിറ്റോളം മതിയാവും അല്ലേ? 10 മിനിറ്റ്. ഓക്കെ. ഇനി ഇന്നാ ബിരിയാണിക്ക് അന്നേരം നമ്മുടെ ഇടയിലാന്നേ ഒരു സാലഡും ഒരു പപ്പടവും. ഇതിന് മുട്ട കൊടുക്കും? ഇല്ല, മുട്ടയില്ല. മുട്ടയില്ല. ഓക്കെ. മുട്ട പുഴുങ്ങാനുള്ള നമുക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിനുള്ളത് നമുക്കൊരു നേരം വേണം. മാത്രമല്ല ഇന്ന് ഞങ്ങൾ ന്യൂ ഇയർ സ്പെഷ്യലാണ്. അപ്പൊ ഷെഫാണ് ഞങ്ങൾക്ക് തുടക്കം കുറിച്ചേക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഐശ്വര്യമായിട്ട് നല്ല നല്ല ഡിഷസ് ഉണ്ടാക്കാൻ പറ്റട്ടെ. എനിവേ താങ്ക് യു വെരി മച്ച്. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മൾ കാര്യമൊക്കെ മനസ്സിലാക്കിയില്ലേ? എല്ലാം ഇനി ഫുൾ ഫ്ലേവർ ഇറങ്ങിയതിന് ശേഷം വേണം നമ്മൾ അതങ്ങോട്ട് പൊളിക്കുമ്പോഴത്തേനും എനിക്ക് മേല എന്നാ വാട്ടിയ ഇലയും കറിവേപ്പിലയും മല്ലിയിലയും പുതിനയുടെയൊക്കെ ഒരു മണങ്ങ് വരുമ്പോൾ നമ്മൾ ചുറ്റുവട്ടം പോലും നോക്കുകയില്ല, കഴിക്കും. പക്ഷേ കഴിച്ച സ്വാദ് വരണമെങ്കിൽ ഒരു റൈത്ത ഉണ്ടാക്കണമെന്ന് നമ്മുടെ ശരത്ത് പറഞ്ഞായിരുന്നു. ഇവിടെ നമുക്കിനി സാലഡിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ അല്ല, കുറച്ചൊരു എളുപ്പ വഴിക്കുള്ളൊരു സാലഡ് നമുക്ക് ചെയ്യാവേ. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ക്യാബേജ് ഉണ്ട്, ഉള്ളിയുണ്ട്, സവാളയുണ്ട്. ഹലോ 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 ഹലോ, ഇപ്പൊ വെയിറ്റ് പറഞ്ഞ എന്നാത്തിനാന്ന് വെച്ചാ ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ട് ബിരിയാണി പ്രിപ്പയർ ചെയ്ത് സ്ഥിതിക്ക് ഞങ്ങളുടെ കടമയാണ് ഇനി ഹെൽപ്പ് ചെയ്യണം. എന്താ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, നമ്മളെ വീട്ടമ്മമാര് പൊതുവെ അടുക്കള കിടന്ന് ഒരുപാട് ജോലി അങ്ങോട്ട് ചെയ്തേച്ച് ആരേലും ഒന്ന് ഓടി വന്ന് നമുക്കൊന്ന് കൈ സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സന്തോഷം വേറെ ഒന്നുമില്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ, സഹായിക്കുന്ന ആൾക്കാർ ഇവിടെ വൃത്തിയാക്കിയിട്ടും പോകണം. വൃത്തിയാക്കും, ഞാൻ ഉണ്ടാക്കാം. വൃത്തിയാക്കാൻ പറഞ്ഞാൽ പൊതുവെ പെൺപിള്ളേർക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യം. പക്ഷെ ഇവിടെ 50-50 സംഭവിച്ചോ? വെരി ഗുഡ്. എനിക്ക് അതിനകത്ത് ഒരു വിഷമമില്ല. പക്ഷെ അടുക്കള നീറ്റ് ആക്കി ഇട്ടില്ല എന്നുണ്ടല്ലോ, അത് എന്തായാലും അടിച്ച് വെളിയിലിറക്കും. എന്റെ അടുക്കള എത്ര കുളമാക്കിയെന്ന് ചോദിച്ചിട്ട് ആദ്യം എന്നെ ഇറക്കും, അതിന്റെ പുറകെ നിങ്ങൾ മലത്തൂങ്ങി ഇങ്ങനെ വരേണ്ടി വരും. അതിലും ഭേദം ഇവിടെ ചെയ്യുന്ന ആൾക്കാർ ചെയ്തോ, ഒരു പ്രശ്നമില്ല. ഫുൾ ഞാൻ വിട്ടു തന്നേക്കാം. ഓക്കെ, അത് പോട്ടെ. ആരേലും നമ്മുടെ അടുക്കള കയറി വന്നേച്ച് ചേച്ചി നിൽക്കൂ ഞാനും ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് എനിക്കറിയാമെങ്കിൽ പോലെ എന്റെ പ്രേക്ഷകർക്ക് അറിഞ്ഞൂടാ. ഇതാരെന്നറിയോ? ഇത് പ്രയാഗ മാർട്ടിൻ ആൻഡ് ദിസ് ഇസ് ശാലിനി. ശാലിനിയുടെ അടുത്ത് അധികം നിൽക്കുന്നില്ല, എന്റെ പൊക്കം വന്നേ കുറച്ച് പ്രയാഗ നിർത്താം. ഇപ്പൊ ഈ പിള്ളേർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫുക്രി എന്ന് പറഞ്ഞ പടത്തിലെ നായികമാരാണു, ന്യൂ ജെൻ ഹീറോയിൻസ് ആണു. അപ്പൊ ഈ ഞാനൊക്കെ ചെയ്ത സമയം ഈവൻ 20 years ബാക്ക് ആണ്. ആ സമയത്തുള്ളതും ഈ സമയത്തുള്ള ഒരു വ്യത്യാസം സിനിമയ്ക്ക് ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ വിശേഷം ആദ്യം ചോദിക്കാം, ഇപ്പൊ ഈ ന്യൂജൻ പിള്ളേർക്കുള്ള സിനിമാ വിശേഷങ്ങൾ എന്നാക്കിയാണ്? അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് ചേച്ചിയോട് പറയാനുള്ളത്, ഞങ്ങളുടെ ഭാഗ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ സിനിമകളിൽ മാത്രം കണ്ട എവർഗ്രീൻ ഹീറോയിന്റെ കൂടെ നിന്ന് ശരിക്കും പിന്നെ തീർച്ചയായും മാത്രമല്ല ഞങ്ങളിങ്ങനെ ബ്യൂട്ടിയെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്റെ ദൈവമേ ചേച്ചിയുടെ കണ്ണ് കണ്ടോ, ചേച്ചിയുടെ കളർ കണ്ടോ, അത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ചേച്ചി ഒത്തിരി സന്തോഷം. ചോദിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. അതെ അതെ അതെ, നല്ല മനസ്സ്. പിന്നെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്നാ ചെയ്താലും ഇങ്ങനെ എനിക്ക് ഏറ്റവും ഉള്ളൊരു ബാഡ് ആണോ പ്ലസ് ആണോ എന്ന് അറിയത്തില്ല. എനിക്ക് വർത്താനം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ കൂട്ട ഹോണസ്റ്റ്, അതെനിക്ക് ഉള്ളത് എന്നതാന്നേലും 100% ആയിരിക്കണം. എനിക്ക് ഉഴപ്പൊന്നും ഇഷ്ടമല്ലേ. പിന്നെ എപ്പോഴും വർത്താനം പറയാ, ചിരിക്കുക. ഇത്രയെല്ലാം മനസ്സിലായില്ലേ? ഇനി മനോഹരമായിട്ട് പെമ്പിള്ളേർ കയറിക്കോ, സാലഡ് ഉണ്ടായിക്കോളൂ, വല്ല കുളമാക്കി ഇടിയും തരും, ഉറപ്പാണ്. തുടങ്ങിക്കോളൂ, ഞാൻ ഇവിടെ ഇരുന്ന് നോക്കാം. ഇത് വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കയറി വെക്കുന്നതല്ലേ? അതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു സ്പൂൺ എടുക്കാം അല്ലേ? ഓക്കെ, ഇനി നമ്മള് ക്യാബേജ് ആണ് ആദ്യം ഇടുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്യാബേജ് ഇടാം, പിന്നെ സവാള ഇടാം അല്ലേ? സോറി, ടൊമാറ്റോ ഇടാം. മതി. ഫുൾ വേണ്ട, ഫുൾ വേണ്ട. നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇടാം. പിന്നെ ശാന്തി, ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ തെറ്റിദ്ധരിച്ച സവാള. പിന്നെ കുറച്ച് നമുക്ക് ഇതിടാം. അതിനുശേഷം ഇത് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് നമുക്ക് ആദ്യം ഇതൊന്ന് ഇത് ചെയ്യാം, മിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഞാനും കൂടെ ഒരു സ്പൂൺ ഇടട്ടെ അതിനകത്ത്. എന്തായാലും 2 സ്പൂൺ അതിനകത്തുണ്ട്. ആണോ ചേച്ചി ഇടുന്നോ? ദൈവത്തെ ഓർത്ത്
ഈ പിള്ളേരെ കേറ്റിയാ ഏകദേശം ഒപ്പിച്ച് തരും. അതെ. അപ്പൊ നമുക്ക് ഇനി തൈര് ധൈര്യമായിട്ട് ഫുൾ തൈര് അങ്ങോട്ട് ഇടാം. അതെ, ഇതിനകത്ത് ഞാനും കൂടെ ഒരു സ്പൂൺ ഇട്ടാലേ സാലഡ് ആവുമോ? ഇല്ല, അതിനകത്ത് നമ്മൾ ആപ്പാടെ 3 പേരേ ഉള്ളൂ. അതെ. ഇനി അതും കൂടെ ഉള്ളൂ ഇനി കുറവ്. ഞാനും കൂടെ ഒരു സ്പൂൺ ഇട്ട് ഇളക്കാം. അതെ, 2 പേരും ഇളക്കുന്നൊക്കെ കൊള്ളാം. ഇതേ കഴിക്കാൻ നമുക്ക് ഗസ്റ്റും കൂടെ ഉണ്ട്. അതും കൂടെ ആലോചിച്ചോണം, ആ ടേസ്റ്റ് ഇതിനകത്ത് വരണം. ഞങ്ങളെ 2 പേരെ നന്നായി അറിയുന്ന അതിലൊന്നും ഒരു ജാമ്യമില്ല. വന്നോട്ടാ. നമസ്തേ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ സിദ്ദീഖ. ഞാനേ ഇതിനകത്ത് ഫുൾ സ്വിംഗ് ആയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ മോളെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അതെ, ഞാനൊരു കാര്യം പറയാം. ഈ പിള്ളേർ പലതും പറയും, ഇത് എനിക്ക് യാതൊരു പങ്കുമില്ല. സിദ്ദിഖ, ഇത് എനിക്ക് യാതൊരു പങ്കുമില്ല. ഇതാണെങ്കിൽ ഇവര് തമ്മിൽ തന്നെ ഉണ്ടാക്കിയതാ. 3 സ്പൂൺ മിനിമം ഒരു സാലഡിന്. പിന്നെ എന്തായാലും ഇതിന്റെ വിധി നിർണ്ണയിക്കേണ്ടത് സിദ്ദിഖ് സാറും ഇക്കയും കൂടെയാണ്. പിന്നെ ഇവിടെ ഞാന് മാമമ്മിയാലെ സ്പെഷ്യൽ സാധനമാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. കിഴി ബിരിയാണി. ഇതിപ്പോ ഷെഫ് ഉണ്ടാക്കിയതാണോ ആനി ഉണ്ടാക്കിയതാണോ? അല്ല, ഷെഫ് പറഞ്ഞു തന്നിട്ട് ആനീസ് ടച്ച്, അതായത് ആനിയുടെ കൈപുണ്യം വെച്ച് ചെയ്ത സാധനമാണ്. അതുകൊണ്ട് എന്നാ കുറവുണ്ടെങ്കിലും നോക്കിയിട്ട് പറയാം. അതാ ഇച്ചിരി നന്നായിട്ടില്ലേ? ആനി എന്ത് പറയുമ്പോഴും ഇച്ചിരി പറയും. എന്റെ അടുത്ത് പറഞ്ഞു ഇച്ചിരി മേക്കപ്പെട്ടോ. അതെന്താ പറയാ, അതെന്റെ കൂട്ടത്തിലുള്ളത്, അത് പോവുകയില്ല. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. അതാ. സിദ്ദിഖ് സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സാർ ഫിലിം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സിദ്ദിഖ് ലാൽ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര കോമ്പിനേഷൻ ആണ്. ഇപ്പൊ ഒരു ഫുഡിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കര കോമ്പിനേഷൻ ആണ്? അങ്ങനെയല്ല, ഞാൻ ഫിഷിന്റെ ആളാണ്, ലാല് ഇറച്ചിയുടെ ആളാണ്. അല്ലെ, ലാല് ഇറച്ചിയാണ്, ബീഫാണ് ലാലിന്റെ ഫേവറേറ്റ്, ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ സിമിലാരിറ്റീസ് ഒന്നുമില്ല, പടത്തിൽ മാത്രമേ ഭയങ്കര സക്സസ് ആയി. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഫുഡിന്റെ കാര്യങ്ങളിൽ അങ്ങനെ രണ്ടുപേരും രണ്ടാണ്. പിന്നെ സിദ്ദിഖ് മദ്യപിക്കില്ല, ലാൽ മദ്യപിക്കില്ല. ഞാനിപ്പോ മദ്യപിക്കായിരിക്കും എന്ന് പറയാം, അത് മദ്യപിക്കില്ല. ഇക്കടെ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കാം. ഇക്ക ശരിക്കും പറഞ്ഞ ആഹാരപ്രിയനാണ് ഒത്തിരി. എന്താ അറിയാമോ, വീട്ടിൽ പോയി ഞാൻ അവിടെ നല്ലപോലെ ആഹാരം ഉണ്ടാക്കി തരും. തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ വരുന്ന വഴിയൊക്കെയാണ്. അത് ഷാജി വിളിക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഇവിടെ കയറിയിട്ട് പോകും, 2 അപ്പം ചുട്ടു തരാം. ഈ അപ്പം ചുട്ടു തരാൻ കേൾക്കുമ്പോ തന്നെ നമുക്ക് വായിന്ന് വെള്ളം വരും അല്ലേ? അപ്പം ചുട്ടു ഷാജിയുടെ തടി ഇങ്ങനെ കൂടി കൂടി വരുന്നു. നല്ലതല്ലേ, അതൊരു നല്ല ഭാര്യ അങ്ങനെ വേണോന്നല്ലേ എന്താ പറയുന്നത്. അതാ. പിന്നെ എനിക്ക് ഇക്കെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര നമ്മുടെ എല്ലാ മനസ്സിലും സിദ്ദിഖ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സെലിബ്രിറ്റി അങ്ങനത്തെ ഒരു മനസ്സിലെ. അപ്പൊ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും ഈ ഒരു ഹോട്ടൽ തുടങ്ങാനും അതെങ്ങനെ സിദ്ദിഖ തുടങ്ങിയ അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷൻ വന്നു? എനിക്ക് തന്നെ അറിഞ്ഞൂടാ മോളെ, അതെങ്ങനെയോ തുടങ്ങി, അതെങ്ങനെ വന്നു. പിന്നെ ഭക്ഷണം കഴിക്കുന്നതും മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിദ്ദിഖ് സാറിന് എങ്ങനെ ആഹാരത്തോട് എങ്ങനെ? ആഹാരം നിർബന്ധമുള്ള ആളല്ല ഞാൻ. ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളല്ല, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്ന. ജീവിക്കാൻ വേണ്ടിയും സിദ്ദിഖ് കഴിക്കില്ല എന്ന് തോന്നുന്നു നമുക്ക്. ഷൂട്ടിംഗ് സമയത്തൊക്കെ അതതിൻ്റെ ഇടയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ പോയി. ഇപ്പം സിദ്ദിഖ് ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് നമുക്കൊരു അപ്പിറ്റൈറ്റ് ഒന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പം നമുക്ക് പറയുന്നത് എന്ത് വൃത്തികെട്ട സാധനവും ഇവൻ തിന്നണ കാണുമ്പോൾ തിന്നു പോകുന്നു പറയും. നമുക്ക് എന്നെ പറ്റി പറയും, ഞാൻ അതുപോലെ ഇരുന്ന് കഴിക്കും. സിദ്ദിഖ് അങ്ങനെ ചെയ്യുന്ന ആളല്ല. അത് ഇതിന്റെ ഇടയിൽ മറ്റു ജോലിയുടെ ഇടയിൽ ഇതങ്ങ് തീർത്തു പോകലേ ഉള്ളൂ. അങ്ങനെ ഒരു ഭക്ഷണത്തോട് വലിയ പ്രിയമുള്ള ഒരാളല്ല. പക്ഷെ എങ്കിലും ടേസ്റ്റ് വേണം എനിക്ക്. ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം നന്നായിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭാര്യ രക്ഷപ്പെട്ടു അല്ലെ? ഒരു കുറ്റം പറയല, ദൈവം അനുഗ്രഹിച്ച്. അല്ല, ഭാര്യ നന്നായി കുക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ട് കുറ്റം പറയേണ്ടി വരില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ കൊതി തോന്നിയ ഒരു ഭക്ഷണം? എനിക്ക് ഏറ്റവും കൂടുതൽ ഫിഷാണ്, ഫിഷ് കറി, പിന്നെ ചെമ്മീൻ. കൊതി തോന്നാത്തൊന്നുമില്ല, എല്ലാ ഭക്ഷണത്തോടും എനിക്ക് എല്ലാം ഇഷ്ടമാണ്. നമ്മളിവിടെ വർത്താനം പറയുമ്പോ ഇവിടെ എന്തോ കുക്കിംഗ് നടക്കുന്നില്ലേ? എന്താണ് ഇത് ഉണ്ടാക്കുന്നത്? മുന്തിരി ഇടുന്നു ഒരാൾ. ഇപ്പം ഇതിന് വിധി നിർണ്ണയിക്കരുത്, എന്റെയും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇത് രണ്ടിനെയും കൂടെ വിധി നിർണ്ണയിക്കണം. അത് മാത്രല്ല എന്റെ ഇക്കയുടെ അടുക്കളയിൽ വെച്ച് ഞാൻ ചെയ്തതല്ലേ, അപ്പൊ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഒക്കെ വരും. ഇത് മാത്രല്ല എനിക്ക് സിദ്ദിഖ് ലാൽ സാറിന്റെ ഇപ്പൊ സിദ്ദിഖ് സാറിന്റെ ഇപ്പൊ ഒരു പുതിയ പടം ഇറങ്ങാൻ പോകല്ലേ, ഫുക്കറി. അതിന്റെ ഒരുപാട് വിശേഷം ചോദിക്കാനുണ്ട്. അതുകൊണ്ട് എന്റെ ഇക്ക അതിനകത്ത് ഒരു സ്പെഷ്യൽ അപ്പിയറൻസാ, അതും എനിക്ക് ചോദിക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഇവിടെ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇരുന്ന് ഞാനും ഈ പിള്ളേരും ഒക്കെ ഉണ്ടാക്കി തന്ന ഭക്ഷണം അവിടെ ഫുക്കറി, ഇവിടെ കുക്കറി. അവിടെ കുക്കറി, ഇവിടെ കുക്കറി. അതാ, ഇവിടെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഓരോ പഴക്കിഴി വെച്ചേക്കുന്ന പോലെ ഞാൻ ഓരോ കിഴി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് ഇപ്പൊ പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. കുക്കറിയെ കുറിച്ച് എനിക്ക് അറിയണം.
ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ, സിദ്ദിഖ് സാറിനോട് ചെയ്യട്ടെ. സർ, രാംജി റാം സ്പീക്കിംഗ് ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലായിട്ട്? ഇപ്പോൾ 27 വർഷമായി. 27 വർഷമായി. ഓക്കെ. ആ സ്പിരിറ്റ് സ്റ്റിൽ ഈ ഫുക്കറി വരെ ഉണ്ട് അല്ലേ? ഇനിയും ഉണ്ടാവണം. അതാണ്. അവളെ എനിക്ക് തോന്നുന്നു സാറിന്റെ പടത്തിലെ പേരൊക്കെ നോക്കി എനിക്കൊന്ന് കാബൂളിവാല ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇംഗ്ലീഷ് നെയിംസ് ആണ്. അത് ശരിക്കും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അതെനിക്ക് വായിച്ചിട്ട് ആദ്യം മലയാളമാണോ ഇംഗ്ലീഷ് ആണോ മനസ്സിലായേയില്ല. അതന്നെ ഈ ഒരു പ്രത്യേക പേരിട്ട് അതിന്. ഫുക്രി ഒരാളുടെ പേരാണ്, ഒരു സ്ഥാനപ്പേരാണ്. ഇപ്പൊ അഞ്ഞൂറാൻ എന്ന് പറഞ്ഞില്ലേ, നല്ലൊരു പേര് തന്നെയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പോ ആദ്യമായിട്ട് ആളുകൾ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് ഈ സിനിമയിലൂടെയാണ്. ഇനി എവിടെ ഫുക്രി എന്ന് കേട്ടാലും ഓർമ്മ വരിക സിദ്ദിഖിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ സിനിമയായിരിക്കും. അഞ്ഞൂറാൻ എന്ന് കേട്ടാൽ പിള്ള സാറിനെ ഓർക്കും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇക്കായ്ക്ക് ഞങ്ങൾ മനസ്സിലായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു വേർഡായി. ശരിക്കും ഇക്കയുടെ അപ്പിയറൻസേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആല്ലേ? സിദ്ദിഖിന്റെ ഒരു കരിയറിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ഇനി എനിക്ക് തോന്നുന്നത് സിദ്ദിഖിന് ഇത്തരം ക്യാരക്ടേഴ്സും ചെയ്യാം എന്ന് വളരെ ഈസി ആയിട്ട്. അത് 80 കഴിഞ്ഞ ആളാണ്. 80s ആണ്. അങ്ങനെ ഒരു കഥാപാത്രമാണ് സിദ്ദിഖിന്റെ. ഇക്ക ശരിക്കും വന്നത് ഭയങ്കര കോമഡി വേഷങ്ങൾ ചെയ്തിട്ടാണ്. ശരിക്കും ഇക്കയ്ക്ക് ഈ ഒരു ക്യാരക്ടർ കൊടുക്കുന്നതിന് മുന്നേ അത് ആദ്യമേ ചാർട്ട് ചെയ്തതാണോ ഇത് സിദ്ദിഖ് ചെയ്യണം? അല്ല, വേറൊരാളായിരുന്നു ആദ്യം നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ എന്തോ അദ്ദേഹത്തിന് ഈ സിനിമയിൽ സഹകരിക്കാൻ പറ്റാതെയൊക്കെ വന്നപ്പോൾ രണ്ടാമത് ചിന്തിച്ചത് സിദ്ദിഖാണ്. ഇപ്പോൾ തോന്നുന്നു എന്തുകൊണ്ട് നമ്മൾ ആദ്യമേ സിദ്ദിഖിനെ ചിന്തിച്ചില്ല എന്ന്. കാരണം അത്രയും സിദ്ദിഖും ഈ കഥാപാത്രവുമായിട്ട് സിദ്ദിഖ് അത്രയും താതാത്മ്യം പ്രാപിച്ചു. സിദ്ദിഖ് സർ വന്ന ഇക്കായുടെ ആദ്യ കഥാപാത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഇക്ക എന്നാ പറഞ്ഞു? കഥാപാത്രത്തെ പറ്റിയിട്ടല്ല ആദ്യം പറഞ്ഞത് അല്ലേ? ആദ്യം പറഞ്ഞത് നാളെ വന്ന് അഭിനയിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ചെന്ന് അപ്പം ഞാൻ വിചാരിച്ച ഒരു വളരെ ചെറിയ റോളായിരിക്കും. കാരണം ഷൂട്ടിംഗ് തുടങ്ങി ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ക്യാരക്ടർ ഞാൻ പറഞ്ഞു വരാം എന്നുകൊണ്ട് പിറ്റേ ദിവസം ചെന്ന് കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. കുറേ ദിവസം അഭിനയിക്കണം, വലിയ റോളാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ത്രില്ല് പറയാനില്ല, ഒരു സന്തോഷം എന്റെ തലയിലെ മുടി മുഴുവൻ പഠിച്ചു കളഞ്ഞു. എത്ര മുടി ഉണ്ടായിരുന്നു എനിക്ക് ഇത്രയും മുടി മുഴുവൻ കളഞ്ഞു, അങ്ങനെ മൊട്ടത്തിലാക്കി മീശ പഠിച്ചു കളഞ്ഞു. അങ്ങനെയൊക്കെ ശരിക്കും അത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യുന്ന അത്രയും പ്രത്യേകമുള്ള ക്യാരക്ടർ. അതിന്റെ സ്ലാങ്, പ്രൊനൗൺസിയേഷൻസ് അതൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു ആക്സെന്റിലൊക്കെ വ്യത്യാസം വരും. ഇയാൾ ഇത്രയും പ്രായമുള്ള ആളല്ലേ. ഇപ്പോൾ 82 വയസ്സായ അല്ലെങ്കിൽ 85 വയസ്സായ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന അത്ര എനർജിയിലായിരിക്കില്ല. പക്ഷേ ഇയാളൊരു വളരെ പവർഫുൾ ആളാണ് താൻ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ പറയുന്നത് വളരെ ഫോഴ്സ്ഫുൾ ആയിരിക്കും. അയാൾ സംസാരിക്കുന്ന പവർ. ഇത്രയും ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഇയാൾ അകത്ത് കയറിപ്പോ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനത്തെ ഒരു ആളാണ്. ഇപ്പോൾ മുമ്പൊരു സിദ്ദിഖ് പറഞ്ഞ പോലെ സാധാരണ ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്ക് ചിലപ്പോൾ വീട്ടിലൊരു വാല്യൂ കുറയും. പറഞ്ഞൊന്നും ആരും ശ്രദ്ധിക്കാതെ ആവും. ഇതങ്ങനെയല്ല, അയാൾ പവറുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രമായിരിക്കും ഫുക്രി. അപ്പം ഈ രണ്ട് നായകന്മാരെ പേരക്കുട്ടികളാണ്. പേരക്കുട്ടികളെ പറ്റി എന്നാ പറയാനുണ്ട്? പേരക്കുട്ടികൾ വളരെ നല്ല അനുസരണയുള്ള പേരക്കുട്ടികളല്ലേ, ഉപ്പാപ്പാനെ പറ്റിക്കുന്ന പേരക്കുട്ടികളാണ്. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട് സിദ്ദിഖ് സാറിന് ഒരു പടത്തിൽ അഭിനയിക്കണം. പക്ഷെ എനിക്ക് ചാൻസ് ഒന്നും തന്നില്ല. നിങ്ങൾക്ക് ആ ചാൻസ് കിട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ? ആക്ച്വലി എനിക്ക് രണ്ടാമത്തെ ചാൻസ് ആണത്. അത് വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുകയാണ്. ഫസ്റ്റ് പടം സാറിന്റെ കൂടെ ആയിരുന്നു, ഭാസ്കർ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിലും സാറിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി തീർച്ചയായും വലിയ ഭാഗ്യമാണ്. ബിക്കോസ് സാറ് അത്രത്തോളം സീനിയറാണ്. ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും വിഷ് ലിസ്റ്റിലുള്ള ടോപ്പ് മോസ്റ്റ് ഡയറക്ടറാണ് സിദ്ദിഖ് സാറ്. സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാഗ ഫ്രീ ആണോ ഇന്ന ദിവസം അന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് സാർ ഒരു സീൻ തരുമായിരിക്കും, ഞാൻ ചിലപ്പോൾ അഭിനയിച്ച് കാണിക്കണം, അല്ലെങ്കിൽ സാർ ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ് കഥാപാത്രത്തെ പറ്റി. ഇതെല്ലാം സ്ക്രിപ്റ്റ് ഫുൾ നറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഥ പറഞ്ഞതിന് ശേഷം സാറ് ചോദിച്ചത് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ, തട്ടമിട്ട് ഇതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ റെഡി ആയിക്കോ, തട്ടമിട്ട് അഭിനയിക്കാൻ റെഡി ആയിക്കോന്നാണ്. അപ്പോൾ ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, ഞാൻ കഥ ശരിക്കും പറഞ്ഞാൽ കഥ കേട്ടു, പക്ഷേ എക്സൈറ്റ്മെന്റിലും ആ ഒരു എന്താ ഇപ്പോൾ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ ചേച്ചി. ശരിക്കും ഒരു പടത്തിന്റെ ഒരു ത്രെഡ് വരുന്നത് സാറിന് എങ്ങനെയാ? ഓൾ ഓഫ് എ സഡൻ ആണോ അതോ ഒരു യാത്ര പോകുമ്പോഴാണോ? ഈ ഒരു ഫിലിമിന്റെ തന്നെ ഞാൻ ചോദിക്കുക, ഇത് കഥ നമ്മുടെ മനസ്സിലുണ്ടായി വരുന്നത്
ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ആലോചിക്കുക. ഒരു കഥ ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പടങ്ങൾ, അതൊക്കെ ആളുകൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, എല്ലാം ചാനലിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതൊന്നും ഇതിൽ വരരുത്. പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ, അങ്ങനെയൊക്കെയാണ് നമ്മളല്ല. അപ്പോൾ അത് ഏത് ജോണർ വേണം? ലവ് സ്റ്റോറി വേണോ, ഫാമിലി ഡ്രാമ വേണോ, ഹൊറർ സിനിമ വേണോ, ആക്ഷൻ വേണോ, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഇതൊരു ഫാമിലി ഡ്രാമ, ഒരു ലവ് സ്റ്റോറി ആകാം എന്ന് നമ്മൾ, കഥയൊന്നും ആയിട്ടില്ല, അങ്ങനത്തെ ഒരു കഥയാകാം. കാരണം ഇപ്പോഴത്തെ ഒരു രീതിക്ക് അതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ കഥ പറയാം. അപ്പോൾ തന്നെ മൊത്തം അന്തരീക്ഷം മാറും. അപ്പോൾ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അടുത്ത, ഞാൻ ജനിച്ചു വളർന്ന എല്ലാ അന്തരീക്ഷത്തിലാണ്. അപ്പോൾ നമ്മുടെ മുസ്ലിം വീടുകളിലുള്ള ഏറ്റവും വലിയ ഇഷ്യൂസ് എന്താണ്? മിക്കവാറും ഭയങ്കര അറ്റാച്ച്ഡാണ് മുസ്ലിം വീടുകൾ. അത് മറ്റു ഉള്ള വീടുകളിലും ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് മുസ്ലിംസ് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഫാമിലി ഭയങ്കര. അതേപോലെ തന്നെ വൺസ് തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പകയാണ്. അപ്പോൾ സ്നേഹമുള്ളിടത്താണ് ഈ വൈരാഗ്യം വരുന്നത്. അത് കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ട് ആ നോട്ടാണ് ഞാൻ പഠിച്ചത്. അതാണ് ഈ സിനിമയുടെ ബേസിക്. അപ്പൊ ജയസൂര്യക്ക് ക്യാരക്ടർ കൊടുത്ത ജയസൂര്യയുടെ ക്യാരക്ടർ ഇതിനകത്തേക്ക് വരുന്നത്, ജയസൂര്യയെ നമ്മൾ എങ്ങനെയാണ്, ഇപ്പോഴത്തെ ജയസൂര്യയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കഥാപാത്രം എന്തായിരിക്കണം? അയാൾക്കുള്ള ഇഷ്ടം എന്താണ്? അയാൾ അല്പസ്വല്പം തരികിടയും എന്നാൽ വളരെ പാവമായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അയാളോട് ആളുകൾക്ക് ഇഷ്ടം. അയാളെ എങ്ങനെ ഈ കഥയിൽ ഉൾപ്പെടുത്താം, അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ ഈ വീട്ടിലൊരു ഫാമിലി മെമ്പർ ആയാൽ അതിന് തമാശയ്ക്കോ കാര്യങ്ങളോ ഒന്നും കാര്യമായ സംഭവം ഉണ്ടാകും. അപ്പോൾ അയാളെ ഒരു പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാം. പുറത്തുനിന്ന് ഒരാളെ എങ്ങനെ ഈ കഥയുടെ അകത്ത് കയറും എന്നാണ്. അപ്പോൾ ഇയാൾ നുണ പറഞ്ഞു വരുന്ന അങ്ങനെ ഓരോ കാരണങ്ങൾ നമ്മൾ വേണ്ടിയിട്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കി വരുമ്പോഴാണ് ഇതൊരു മൊത്തം സ്ക്രീൻ പ്ലേയിലേക്ക് വരുന്നത്. നിങ്ങളിപ്പം യൂത്ത് അല്ലേ, അപ്പൊ പിന്നെ ഒത്തിരി ചട്ടമ്പിത്തരം മിസ്ചീവ്നെസ് ഒക്കെ കയ്യിൽ കാണുവേ. അങ്ങനെ എന്നതേലും ആ സെറ്റിൽ ചെയ്തിട്ടുണ്ടോ? ഏത് പറയണം എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ വളരെ ഒബീഡിയന്റ്, വളരെ സൈലന്റ് ആയിട്ടുള്ള. നിങ്ങൾ ഈ പറയുമ്പോ എല്ലാം സിദ്ദിഖെ നോക്കുന്നുണ്ട്, എന്നെ നോക്കി പറഞ്ഞേ. സിദ്ദിഖ് സാർ ആയാലും സിദ്ദിഖ് ആയാലും രണ്ടുപേരും ഞങ്ങൾക്ക് ആ ഒരു ഫ്രീഡം, ഒരു സ്പേസും, സാർ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പൂർണ്ണമായും അവരെ മനസ്സിലാക്കി. അപ്പം ചേച്ചിയെ മനസ്സിലാക്കുന്നതിലും ഇപ്പോൾ ഓപ്പോസിറ്റ് ഞാനാണെങ്കിലും ശാലിനി ആണെങ്കിലും വേറെ വേറെ ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് സാറിന് അറിയാം ഒരാളെ എങ്ങനെ ഡീൽ ചെയ്യണം. എല്ലാവരോടും സാർ ഒരുപോലെയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊക്കെ എസ്പെഷ്യലി വലിയ ഉത്തരവാദിത്തമാണ്. അന്ന് ന്യൂക്കമ്മ. അപ്പം സാറ് തരുന്ന ആ ഒരു ഫ്രീഡം വലിയൊരു എൻകറേജ്മെന്റ് ആയിരുന്നു നന്നായിട്ട് ചെയ്യാൻ. സ്കൂളിൽ പഠിച്ച ഒരു 10 സിനിമ ചെയ്ത ഒരു ധൈര്യം കിട്ടും നമുക്ക്. പിന്നീട് ഏത് സെറ്റിൽ പോയാലും നമുക്ക് ആ ഒരു ശാലിനി ഈ പടത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് കൂടിയാണ്. ഇവർ ഒന്നിച്ചിരുന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. കുറെ നാളായിട്ട് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അത് എനിക്കൊന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കും. പക്ഷെ ഒരു ക്രിയേറ്റിവിറ്റി ആണ്. അപ്പൊ അതിന്റെ ഭാഗമാവാനായിട്ട് ചെറിയൊരു അവസരം കിട്ടും. അപ്പൊ ശാലിനിക്ക് ശരിക്കും എന്നെ ഇഷ്ടം ബീങ് ആൻ ആക്ട്രസ് ആവാനാണോ ഇഷ്ടം, അതോ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാനാണോ? എനിക്ക് ആക്ട്രസ് ആവാൻ തന്നെയാണ് ഇഷ്ടം. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് അതിന് പറ്റണമെങ്കിൽ ദൈവത്തിന്റെ വളരെ ഇപ്പൊ സാറുമായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ സാർ കൂടുതലും കോമഡി കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പൊ ശരിക്കും ഈ കോമഡിയുടെ ഇൻവോൾവ്മെന്റ് തന്റെ കൂടുതലായിട്ട് സാർ എങ്ങനെ കണ്ടുപിടിച്ചു ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റും? സാറ് സ്റ്റോറി ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ചെയ്യാല് നമ്മൾ മജീഷ്യൻസ് മാജിക് ചെയ്യില്ലേ, അതിൽ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ എടുത്ത് അതുപോലെ സാറ് സ്റ്റോറി വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സാറ് ഒരു സൈഡിൽ കൂടി സാറിൻ്റെ ബ്രെയിനിൽ ഞങ്ങൾ കളിയാക്കി പറയും. ഇതൊരു 6-7 ഏരിയാസ് ഉണ്ട്. ഒരു സമയത്ത് കഥ പറയും, ഒരു സമയത്ത് അവിടെ എഡിറ്റിംഗ് നടക്കും, ഒരു സമയത്ത് കഥ വേറെ അടുത്ത പാട്ടുണ്ടാക്കും. പക്ഷെ അത് തന്നെ ഒരു രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. വളരെ നമുക്ക് അത്ഭുതം തോന്നും സാറ് സ്റ്റോറി ഉണ്ടാക്കും. ഞാൻ അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ്. പ്രയാഗയുടെ ഗ്രാൻഡ് ഫാദർ മലയാളത്തിലെ വെൽ നോൺ പ്രൊഡ്യൂസറാണ്. ഞാൻ നറേഷൻ കേൾക്കാൻ പോയപ്പം ഞാനിങ്ങനെ പറയണ്ടായിരുന്നു, സാർ എനിക്കൊരു പാരമ്പര്യമുണ്ട്. അപ്പാപ്പ പണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, ഇപ്പം ജീവിച്ചിരിപ്പില്ല. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരും ഫിലിംസിലോട്ട് വന്നിട്ടില്ല.
അപ്പോൾ സാറ് പറഞ്ഞതാണ്, അപ്പം വെറുതെ ആയില്ല മുത്തച്ഛൻ ഇൻവെസ്റ്റ് ചെയ്തത് നിനക്ക് വേണ്ടിയായിരിക്കും എന്നുള്ളത്. അത് റിയലി ടച്ച് മൈ ഹാർട്ട്. അപ്പം എന്തോ ഒരു ദാറ്റ് ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ഉള്ളത് മനസ്സിലായി. പിന്നെ ഇതെല്ലാം എനിക്ക് തോന്നുന്നു സാറിൻ്റെ സിനിമയിലൂടെയൊക്കെ എനിക്ക് തുടക്കം തന്നെ ചെയ്യാൻ പറ്റിയത് വലിയ അനുഗ്രഹമാണ്. പക്ഷെ മുത്തച്ഛൻ EJ പീറ്റർ, അപ്പാപ്പ ഇഷ്ടമാണ്, പക്ഷേ മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്നീ 2 സിനിമകളെല്ലാം നല്ല സിനിമകളാണ്. അതാണ് അപ്പാപ്പയുടെ. ഇത് ചോദിച്ചില്ലെങ്കിൽ ഇന്നും അപ്പാപ്പയുടെ കാര്യം പറയില്ല, അറിയേയില്ല നമ്മൾ ആരുവേ. അപ്പം ആ ഒരു എന്താ പറയാ പാരമ്പര്യം കിട്ടിയത് കൊച്ചുമോക്കാന്ന് തോന്നുന്നത്. ഈ പടത്തിൽ ശരിക്കും ഏറ്റവും ഇമോഷണൽ ആയിട്ട് ഒരു ഫാമിലി മൊത്തം കൂടിയിട്ട് ഏറ്റവും ഇമോഷണൽ ആയിട്ട് അഭിനയിച്ച ഒരു സീൻ. ഇമോഷണലായിട്ട് അഭിനയിക്കേണ്ട 2-3 സീനുകളുണ്ട്. അതെല്ലാം പിന്നെ ഇമോഷണൽ അല്ലെങ്കിൽ പോലും വളരെ കാഷ്വലായിട്ട് പറയേണ്ട സീക്വൻസസ് പോലും ഞാൻ വളരെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഒരു സീൻ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ശാലിനിയെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് എൻ്റെ പേരക്കുട്ടിയാണ്. അപ്പം ഞാൻ അമ്മുള്ള കാര്യത്തിൽ പപ്പാക്ക് ഭയങ്കര സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ശാലിനിയെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ശാലിനിയുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും അങ്ങനെ സങ്കടം വന്നത് എന്താ? അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്ന പോലെ തോന്നി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന വലിയ കോംപ്ലിമെൻ്റ് ആണ്. അതായത് ഞാൻ അങ്ങനെ പറയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടിക്ക് ഞാൻ അപ്പൂപ്പനാണെന്ന് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അത് അത്രയും നാച്ചുറലായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ജയസൂര്യൊക്കെ തന്നെ ചില സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ ഇത്ര ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ എടാന്നൊക്കെ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ വിറയ്ക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം. അതൊക്കെ ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടും. ഇതൊക്കെ എനിക്ക് പണ്ട് കാലത്ത് തിലകൻ ചേട്ടൻ്റെ അടുത്തു നിന്നും മമ്മൂക്ക അടുത്തു നിന്നും മോഹൻലാലിൻ്റെ അടുത്തു നിന്നും നെടുമുടി വേണുവിൻ്റെ അടുത്തു നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അവരിങ്ങനെ നിന്ന് ചുട്ട് പഴുത്ത് അഭിനയിക്കാനാകുമ്പോൾ ഞാൻ പേടിച്ച് അതിൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ആ ചൂടേറ്റ് വളർന്നതുകൊണ്ടാണ് എനിക്കും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. മലയാള സിനിമ കണ്ട എക്കാലത്തെയും നല്ല നടന്മാരുടെ കാലഘട്ടത്തിലാണ് ഞാൻ സിനിമയിൽ വരുന്നത്. എനിക്ക് കൊടിയേറ്റം ഗോപിസാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ, മോഹൻലാലിൻ്റെ കൂടെ, ഇവരെല്ലാം കൂടെ നിന്ന് അഭിനയിക്കില്ല. അപ്പോൾ ഞാൻ മാത്രമാണ് ഈ സീൻ മോശമാക്കാനുള്ളൂ അവിടെ, ബാക്കി അവരെല്ലാം നന്നാക്കിക്കൊള്ളാം. അപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്ട്രഗിൾ ഉണ്ട്. അങ്ങനെയാണ് നന്നായി വരുള്ളൂ. ഇപ്പൊ ശരിക്കും നമ്മളെനിക്കൊന്ന് ഞാൻ ചെയ്ത സമയത്ത് നോക്കെ അല്ല, സാറ് വന്ന സമയത്തും ഇക്ക വന്ന സമയത്തും ഒക്കെ അവിടെ വെച്ച് നമ്മൾ ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഒത്തിരി ഡെവലപ്മെന്റ്സ് വന്നു. ടെക്നിക്കൽ വൈസും എല്ലാം ഒത്തിരി ഡെവലപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പടത്തിൽ ഫുക്രി തന്നെയാന്ന് തോന്നുന്നു ഡബിങ് ഓൺ വീൽസ് ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. പാലസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞ് ഹൈദരാബാദിൽ ട്രെയിൻ ഉണ്ട്. ഇത് ഭാര്യയുടെ കേൾക്കാം, ഡബിങ് ഓൺ വീൽസ്. അതിന്റെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി അതെന്താ? അത് ഡബിങ് തിയേറ്ററുകൾ നമ്മൾ കാരവൻ പോലുള്ള ഒരു വണ്ടിക്കകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാവും. നമ്മുടെ ബഡ്ജറ്റ് വളരെ ചെറുതാണ്, നമുക്ക് ടൈം സ്പാൻ ചെറുതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തീർക്കണമെങ്കിൽ ഒരുപാട് ജോലികൾ നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ഡബ്ബിങ് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ ചെയ്യാം. കാരണം മിക്കവാറും ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സമയങ്ങൾ നമുക്ക് ഫ്രീ ആണ്. ഈ സമയങ്ങളിൽ ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഈ സിനിമയിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഡബ്ബിങ്ങും കൂടി ചെയ്തു. മെയിൻ ആർട്ടിസ്റ്റുകളുടെ അല്ല, കൊച്ചു ആർട്ടിസ്റ്റുകൾ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സിനിമ തീർന്നതോടുകൂടി ഇവരുടെ ഒക്കെ ഡബ്ബിങ് തീർന്നു. ഒരു പോർഷൻ അറിയില്ല. ഇതിന്റെ കൂടെ തന്നെ തീർന്നു. അവർ അഭിനയിച്ച് പകൽ അഭിനയിച്ചു വന്ന് രാത്രി ഡബ് ചെയ്യണം. അപ്പൊ അവർക്ക് ആ ഇൻവോൾവ്മെന്റ്, ഡയലോഗ് എല്ലാം ഓർമ്മയുണ്ട്. അപ്പൊ ഈ ഫുക്രി എന്ന് പറയുന്ന പടത്തില് ഇപ്പൊ ചെയ്ത വീടുണ്ടല്ലോ, ഇത് ക്യാരക്ടർ വൈസും ഒരുപാട് എനിക്കൊന്ന് മുസ്ലിം മെമ്പേഴ്സ് ഒരുപാട് പേര് ഒരു ബംഗ്ലാവ് കൂടുന്ന ഒരു വീടല്ലായിരുന്നു അത്? അതെങ്ങനെയാ കണ്ടുപിടിച്ച ബംഗ്ലാവ്? ഞങ്ങൾ ആദ്യം കണ്ടുവച്ചിരുന്നത് ശരിക്കും ഇവിടെ അത് ഞങ്ങൾ ആദ്യം കണ്ടുവച്ചിരുന്നത് മലപ്പുറത്താണ് ഒരു വീട്. പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റ് ആയപ്പോൾ ആ വീട് കിട്ടിയില്ല. നമുക്ക് അതിനകത്ത് ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ രാമപുരത്തുള്ള യോർക്ക് ബിനോ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്, വലിയ ഒരു ഏഷ്യസ് വീടാണ്. വെൽ മെയിൻറ്റൈൻഡ് വീട് നല്ലത്, വെൽ ട്രീറ്റഡ് വീടാണ്. താമസിച്ചതും ഈ ബിനോയുടെ വീട്ടിൽ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ സിദ്ദിഖ് കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ പറയാണ്, സിദ്ദിഖ് പണ്ട് നമ്മളവിടെ ഇന്നൊരു ഹോട്ടലിൽ പോയ സമയത്ത് മസാല ദോശ കഴിച്ചില്ലേ, അപ്പം മസാല ദോശ ഉണ്ടാക്കും അവര്.
അത് അവർക്കൊരു ഐറ്റം കിട്ടിയാൽ മതി, എങ്ങനെയൊക്കെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞ അപ്പൊ. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയും ആൾക്കാർക്ക് എന്താ അറിയോ, അവർക്കൊരു തൃപ്തിയാതെ. ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറയുക, അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും, ഒരു തൃപ്തിയാണ് നമുക്ക് അവർ കഴിക്കുന്ന കാണുന്നതും ഒക്കെ ആയിട്ട്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും അത് തൃപ്തിയായോ നല്ലതായോ എന്നുള്ളത് എനിക്ക് തന്നെ അറിയാമല്ലോ. അതൊന്ന് ഞാൻ ഇക്കാരുടെ ഷെഫിന്ന് അടിച്ചു മാറ്റിയ സാധനം മതിയേ. എനിക്കറിയാം, ആ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ ആരെ ബിരിയാണി ഉണ്ടാക്കിയ പുച്ഛിച്ചൊക്കെ പറയുന്നു. സിദ്ദിഖ് ഇങ്ങനെ പറയും, എനിക്ക് തോന്നുന്നത് സാറിന് ബിരിയാണിയിൽ ഓയിൽ കൂടുതലുണ്ടാവും, ഇതിൽ ഓയിൽ ഒട്ടുമില്ല. ഞാൻ ശരിക്കും സിദ്ദിഖ് ഇവിടുത്തെ ഷെഫിന്ന് ഞാൻ പഠിച്ചതാണ്. ഞാൻ ഇവിടെ വന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെയ്യാന്ന് വിചാരിച്ചത് ഞാൻ മാറ്റി. എന്നിട്ട് ഞാൻ ഇതൊന്ന് പഠിച്ചിട്ട് ഇവിടുന്ന് പോളത് ഞാൻ മാത്രമല്ല എന്റെ പ്രേക്ഷകരും പഠിച്ചു. ചേച്ചി വെൽ മെയ്ഡ്. ഇത് നമ്മുടെ മമ്മിയുടെ ഒരു സ്പെഷ്യലാണ് കിഴി ബിരിയാണി എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും ഈ ആദിവാസികളൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അവർ എല്ലാം പച്ച സാധനങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ കിഴങ്ങാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ പച്ചമുളക് അങ്ങനെയൊക്കെ ചതച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒരു ഇലയിൽ കെട്ടിയിട്ട് ആവിയിൽ അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഈ ഇലയുടെ ഒരു മണവും അതെല്ലാം കൂടെ ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഈ കിഴി ബിരിയാണി നല്ല ടേസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പ്രേക്ഷകർക്ക് സിദ്ദിഖ് സർ കൊടുക്കാൻ പോകുന്ന കുക്കറി എന്ന് പറഞ്ഞ പടം അത് ഇതേമാതിരി ടേസ്റ്റിയാണ്, ഒട്ടും ഫാറ്റി അല്ല, നമ്മൾ ചിരിക്കുന്നതാണല്ലോ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ വളരെ ഹെൽത്തി ആയ ഒരു സിനിമ ആയിരിക്കും. അപ്പൊ ഇനി അത് പ്രൊഡ്യൂസറായ എനിക്ക് ഹെൽത്തി ആവട്ടെ. അത് ഉറപ്പായിട്ടും അത് ടേസ്റ്റ് ആണെങ്കിൽ ഞങ്ങളെ പ്രേക്ഷകർ എല്ലാവരും കൂടെ അത് പ്രൊഡ്യൂസർ എന്നവർക്ക് ഞങ്ങൾ ഹെൽത്തി ആക്കി വിടുകയും ചെയ്യും. താങ്ക് യു. അത് പക്ഷേ ഇപ്പൊ അങ്ങനെ പറയുന്നത് മാത്രമല്ല കേട്ടോ, അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിൽ അങ്ങനെ ഒരു പൈസ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹമുള്ള ആളല്ല പണ്ടും. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാതെ ഈ സിദ്ദിഖിൻ്റെ ഒരു സിനിമകളുടെ ഒരു സക്സസ് ആലോചിച്ചാൽ, അല്ലെങ്കിൽ ഇത്രയും സക്സസ്ഫുൾ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറെ നമ്മൾ വേറെ ചിന്തിച്ചാൽ അയാൾ എന്തുമാത്രം വെൽത്തി ആയിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു ചിന്തയില്ലാത്തൊരാളാണ്. പൈസ അത് വന്നോളും. എത്രയോ പൈസ വേറെ ആളുകൾ കൊണ്ടുപോയി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ എന്നിട്ട് എപ്പോഴും പറയും ഇങ്ങനെ പോരാ ഇങ്ങനെ ചെയ്താൽ അത് സാരമില്ല, അത് അവർ കൊണ്ടുപോയിക്കോട്ടെ, നമ്മളത് വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ആ പ്രശ്നം തീർന്നല്ലോ. ഒരു വഴക്കിനോ ഒന്നിനും നിൽക്കില്ല. പൈസയുടെ കാര്യം പറഞ്ഞ് ഇപ്പം ഞാനും സിദ്ദിഖുമായിട്ട് പൈസയുടെ കാര്യത്തിൽ തർക്കമുണ്ടെന്ന് വിചാരിക്കാം. ഒരു 10 ലക്ഷം രൂപയുടെ കാര്യത്തിൽ ഞങ്ങളങ്ങോട്ട് തർക്കിക്കുകയാണ്. രണ്ടാമത്തെ മിനിറ്റിൽ തർക്കം തീരും. സിദ്ദിഖ് എടുത്തു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞേക്കും. പൈസയുടെ ഒരു കാര്യത്തിൽ സിദ്ദിഖുമായിട്ട് തർക്കിക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പം വിട്ടുകൊടുത്തേക്കും, എനിക്ക് വേണ്ട, എനിക്കുള്ള അത് വേറെ കിട്ടിക്കോളൂ. അതിന്റെ സീക്രട്ട് എന്നാന്നറിയാവോ, 100 കോടി ക്ലബില് ഒരു ഫിലിം കയറ്റിയ ആളാ. അന്നേരം പിന്നെ ആ കോൺഫിഡൻസ് കയ്യിലില്ലാതിരിക്കുക. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞ അതിന്റെ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരം ഒരു വേവലാതി നമ്മുടെ മനസ്സിലോട്ട് വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മുടെ ചിന്തകളാണ് പോണത്. അത് പോവുകയാണ്, ആ ക്രിയേറ്റിവിറ്റി പോകും. അതങ്ങൾ പോയിക്കോട്ടെ, നമുക്ക് അടുത്തത് പിന്നെ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ട് തന്നെ വരും. അങ്ങനെ പണം അല്ലെ പണ്ട് പാച്ചിക്കാൻ പറയും അല്ലേ, നമ്മൾ ഒരിക്കലും പണത്തിന്റെ പുറകെ പോരുന്നതാണ്. കോമഡിയുടെ ത്രെഡ് എങ്ങനെ സാറിന് കിട്ടുന്നത്? ഞങ്ങളൊക്കെ വേറെ എന്തൊക്കെ പറഞ്ഞു തരണം, ഉണ്ടാക്കണ കാര്യം ചോദിച്ചോട്ടെ. കോമഡിയുടെ ത്രെഡ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ കൂട്ടി തിരിച്ച് 7 നൂല് തിരിച്ചിങ്ങനെ വെക്കാം, അതല്ല ഹ്യൂമർ. എല്ലായിടത്തും ഹ്യൂമർ ഉണ്ട്. അത് കാണാനുള്ള നമ്മുടെ മനസ്സാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഹ്യൂമർ കാണും. ഇപ്പോൾ ഞാൻ ഒരു അനുഭവം ഉണ്ടായി, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഗോവൻ മുഖ്യമന്ത്രി KR നാരായണൻ്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നു. അന്ന് മാണി കാപ്പനായിരുന്നു ഹോസ്റ്റ്. മാണി കാപ്പൻ അന്ന് ഗോവൻ മുഖ്യമന്ത്രി ഞങ്ങളെ കുറേ പേരെയും കൂടി വിളിച്ചു. ഞാൻ, ലാല്, ജഗതി ചേട്ടൻ, അങ്ങനെ ഇന്ദ്രൻസ്, അങ്ങനെ മാണി കാപ്പൻ്റെ പടത്തിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ്. ആ ഷൂട്ടിങ്ങിൻ്റെ അവിടെ എല്ലാവരും കൂടി KR നാരായണൻ്റെ വീട്ടിൽ ചെന്നു. അങ്ങനെ അദ്ദേഹം പഠിച്ച സ്കൂള്, അദ്ദേഹത്തിൻ്റെ ഗ്രാമം എല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ ചായ സൽക്കാരം, ബോണ്ട, അത് നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഗോവൻ മുഖ്യമന്ത്രിക്ക് മലയാളം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഡാൻസർ തമ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അറിയാലോ ഡാൻസർ തമ്പി നിങ്ങളറിയില്ല, പക്ഷെ ഡാൻസർ തമ്പി എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഡാൻസർ തമ്പി അന്ന് മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിൻ്റെ പ്രസിഡൻ്റാണ്.
ഇയാൾക്ക് ഗോവൻ മുഖ്യമന്ത്രിക്ക് ഒരു ഉപഹാരം കൊടുക്കണം. അപ്പോൾ അത് വന്നപ്പോൾ തുടങ്ങി മാനസികാപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മാനസികാപ്പ ഗ്യാപ്പ് കിട്ടട്ടെ. അങ്ങനെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഈ ടീ ബ്രേക്കാണ്, ആ സമയത്താണ് ഗ്യാപ്പ്. അപ്പം മാനസികാപ്പൻ ഇയാളെ വിളിച്ചു, തമ്പി വേഗം ഉപഹാരം കൊടുത്തു വന്നു. അപ്പോൾ ഇയാൾ പോയൊരു കടലാസ് കഴിച്ചു കൊണ്ടുവന്നിട്ട് ഒരു വലിയ സിറാമിക് പ്ലേറ്റ്, അതിനകത്ത് മമ്മൂക്ക മോഹൻലാലും കൂടി ഈ നടുക്ക് ഇയാൾ നിൽപ്പുണ്ട്, ആര് തമ്പി ഇങ്ങനെ വെച്ചിട്ടൊരു ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് ഈ നമ്മുടെ ഗോവൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. അത് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അപ്പോൾ ഗോവൻ മുഖ്യമന്ത്രി എഴുന്നേറ്റ് അത് വാങ്ങിക്കുന്നു. അപ്പോൾ ഗോവൻ മുഖ്യമന്ത്രിക്ക് എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല, വാങ്ങിക്കുന്നു. അയാൾ ആ പ്ലേറ്റുമായിട്ട് നേരെ പോയിട്ട് ഒരു ബോണ്ട് എടുത്ത് അതിനകത്ത് വെച്ചു. പുള്ളി വിചാരിച്ചു ഇവിടുത്തെ ചടങ്ങാണ്, ഈ ഭക്ഷണം കൊടുക്കുന്ന പാത്രം എടുത്ത് കൊടുത്താൽ. ഞാനും ലാലും അമ്പിളിച്ചേട്ടനും ഓടി പുറത്തേക്ക് പോയി. ഞങ്ങൾ 3 പേരും മാത്രമേ ആസ്വദിച്ചുള്ളൂ ആ തമാശ. ബാക്കി ആരും ആ തമാശ ശ്രദ്ധിച്ചില്ല. ആരും ശ്രദ്ധിച്ചിട്ടില്ല. അവർ ചിരിച്ചില്ല, അവർക്ക് മനസ്സിലായിട്ടില്ല ആ തമാശ. ഞാനും ലാലും അമ്പിളിച്ചേട്ടനും ഇന്ദ്രൻസും ഉണ്ടായി. ഞങ്ങൾ 4 പേര് ഓടി പുറത്തേക്ക് ചിരി വന്നിട്ട്. കാരണം അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവിച്ചത്. ഒരു ബോണ്ട് എടുത്ത് അത് കണ്ടെത്തുന്നതാണ്. അത് കണ്ടെത്താൻ നമുക്കൊരു ഹ്യൂമർ ടേസ്റ്റ് വേണം. നമ്മളുടെ ഫാദർ ആണെങ്കിൽ പോലും പോകുന്ന വഴിക്ക് ഒരു പഴത്തൊലി ചവിട്ടി ഇങ്ങനെ വീണാൽ നമ്മൾ ആദ്യം അയ്യോ എന്ന് പറയും. അച്ഛനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചിരിയാ വരിക. രണ്ടാമത് നമുക്ക് ചിരിയാ വരിക. അവിടെ ഹ്യൂമർ എപ്പോഴും ഒരാളുടെ ഒരു പതനത്തിൽ ചിരി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹാസ്യത്തിന് ഉൽപ്പത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹാസ്യം ഉണ്ടാകാൻ പല 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 റീസൺസ് ഉണ്ട്. അതിനകത്തുള്ള പല റീസൺസും നമ്മളിങ്ങനെ പല സന്ദർഭങ്ങളിൽ മാറി 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 ഉപയോഗിക്കുമ്പോഴാണ് ഹ്യൂമർ ഉണ്ടാകുന്നത്. അത് ജന്മനാ കിട്ടുന്ന ഒരു സിദ്ധി. പിന്നെ നമ്മളത് കണ്ടെത്താനുള്ള സിദ്ധി. ഹ്യൂമർ ആസ്വദിക്കാൻ മനസ്സുണ്ടായാൽ മതി. എനിക്ക് തോന്നുന്നു ശരിക്കും അപ്പനും അമ്മയ്ക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ആ സിദ്ധി കയ്യിലുള്ളതുകൊണ്ടാണ് തോന്നുന്നു അപ്പനമ്മ സിദ്ധിക്ക് എന്നൊക്കെ പേരിട്ടത്. സിദ്ദിഖിന്റെ വാപ്പ ഭയങ്കര തമാശക്കാരനാണ്. എന്റെ ഫാദർ നല്ല തമാശക്കാരനാണ്. ലാലിന്റെ ഫാദർ നല്ല തമാശക്കാരനാണ്. ഇവർക്ക് നല്ലോണം തമാശ പറയുന്നവരാണ്. എന്തായാലും സാറിന്റെ ഈ ഇറങ്ങാൻ പോകുന്ന പടത്തിന് ഞാനും എന്റെ പ്രേക്ഷകരും എല്ലാവരും ഫുൾ ഗ്യാരണ്ടി ആ തരുന്നത്. ഇനി ഞാൻ എന്റെ പ്രേക്ഷകരോട് സാറിന് ഈ ഫുക്രി സിനിമയെ കുറിച്ച് എന്നാ പറയാൻ? അതായത് ഈ സിനിമ ഫുക്രി എന്ന് പറയുന്ന സിനിമ ആനി ഷോ പോലെ ഭയങ്കര ടേസ്റ്റി ഡിഷസ് ഉള്ള ഒരു സിനിമയായിരിക്കും. അത് നിങ്ങൾ പോയി കാണണം, കുടുംബസമേതം പോയി കാണണം. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം കാണണം. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പൊ ആനീസ് കിച്ചണിൽ വന്ന് ഇത്ര നേരം വർത്താനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനത് താങ്ക്സ് പറയുകയല്ല. അതിന് പകരം എനിക്ക് ഇക്കായോടാ പറയാനുള്ളത്. എനിക്ക് ഇത്രയും നല്ല ഒരു സ്പോട്ട് എനിക്ക് തന്നേന്, അതായത് ഇത്രയും സീക്രട്ട് ആയിട്ടുള്ള ഒരു റെസിപ്പിയൊക്കെ അടിച്ചു മാറ്റി അതിൻ്റെ ഇടയിൽ കേട്ടോ. പറഞ്ഞു തരാത്തത് ഇങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇക്കായിട്ട് ഇത്രയും വർത്താനം പറയാൻ പറ്റി. സാർ ഒരുപാട് വിശേഷം പറഞ്ഞു. 2 സ്ത്രീജനങ്ങളെ കുറിച്ച് ഒരുപാട് വിശേഷം കേട്ടില്ലേ. ഉപ്പ് ഇത് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി അങ്ങോട്ട് പൊങ്ങണ്ട, അത് ചുമ്മാ പറഞ്ഞതാ കേട്ടോ. അല്ലേക്കാ കേട്ടോ. സോ താങ്ക്ഫുൾ ഇവിടെ വന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. Thank you so much for having us here, ചേച്ചി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഇക്ക. ഇക്കയ്ക്കടുത്ത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. ബ്രദറിലെ സാറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. വെൽക്കം.